Hello, dear friends. Today we have to discuss the new chapter, The Portrait of a Lady. ഒരു ലേഡിയുടെ ഛായാചിത്രം എന്ന പാഠം ഖുഷ്വന്ത് സിംഗ് എഴുതിയതാണ്. ഇന്ത്യൻ എഴുത്തുകാരനായിട്ടുള്ള വളരെ ഹ്യൂമറസ് ആയിട്ട് എഴുതുന്ന എഴുത്തുകാരനായിട്ടുള്ള ഖുഷ്വന്ത് സിംഗിൻ്റെ നല്ലൊരു കഥ. ഹാവ് യു എവർ എക്സ്പീരിയൻസ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടുണ്ടോ? ഡിഡ് എനി ആസ്പെക്ട് ഓഫ് ദെയർ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് യു? അവരുടെ പേഴ്സണാലിറ്റിയുടെ അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ എന്തെങ്കിലും ആസ്പെക്ട്, എന്തെങ്കിലും ഒരു ഫീച്ചർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, സ്വാധീനിച്ചിട്ടുണ്ടോ? ഡു യു ഫോൺലി റിമെമ്പർ ദം ഈവൻ ആഫ്റ്റർ പാർട്ടിങ് വിത്ത് ദം? അവരോട് വേർപിരിഞ്ഞു പോയ സമയത്തിന് ശേഷവും നിങ്ങൾ അവരെക്കുറിച്ച് സ്നേഹപൂർവ്വം ഓർക്കാറുണ്ടോ? Here you have a wonderful memoir of an old lady who led a quiet life of piety and serenity. Piety, ദൈവഭക്തി, ഭയഭക്തി, മതഭക്തി, ഇതിനൊക്കെയാണ് പയറ്റി എന്ന് പറയുന്നത്. സെറിനിറ്റി, ശാന്തത, അല്ലെ, പ്രശാന്തമായ മനസ്സുള്ളവരെ, കാംനെസ്സിനെയാണ് സെറിനിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു ലേഡിയുടെ കഥയാണത്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് വുമൻ. സോ പ്ലീസ് റീഡ് ഓൺ. മൈ ഗ്രാൻഡ് മദർ. സോ ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ദ സ്റ്റോറി റൈറ്റർ Khushwant Singh ഈസ് സേയിങ് അബൌട്ട് ഹിസ് ഗ്രാൻഡ് മദർ. മൈ ഗ്രാൻഡ് മദർ, ലൈക്ക് എവരിബഡീസ് ഗ്രാൻഡ് മദർ, വാസ് എൻ ഓൾഡ് വുമൻ. അല്ലേ, ഒരു വയസ്സായ ആൾ തന്നെയാണ്. ഏതൊരു ഗ്രാൻഡ് മദറിനായാലും പ്രായം ഉണ്ടാവുമല്ലോ. She had been old and wrinkled for 20 years that I had known her. I had known her for last 20 years. 20 വർഷമായിട്ട് എനിക്ക് അവരെ അറിയാം, അല്ലേ. ഒരു പക്ഷേ എനിക്ക് 20 വയസ്സ് ആയിട്ടുണ്ടാവും. അന്ന് മുതൽ എനിക്കറിയാം. അപ്പോൾ മുതൽ അവർ എങ്ങനെയാണ്? She had been old and wrinkled. പ്രായമുള്ളതാണ്, തൊലിയൊക്കെ ചുളിഞ്ഞിട്ടാണ്. People said that she had once been young and pretty and had even a husband. I was told by people that once this old lady was young and pretty. And she was married also. She even had a husband. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മുടെ കുട്ടിക്ക്, 20 വയസ്സായ കുട്ടിയാണെങ്കിലും പ്രയാസമായിരുന്നു. കുട്ടിയെന്ന് വിളിച്ചുകൂടാ, പേരക്കുട്ടിയാണല്ലേ, 20 വയസ്സായേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് പ്രയാസമായിരുന്നു. കാരണം തനിക്ക് ഓർമ്മ വെച്ച മുതൽ ഇവരിങ്ങനെ തന്നെയാണല്ലേ, ചുളിഞ്ഞ ദേഹമുള്ള അത്യാവശ്യം വയസ്സായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവർ ഒരിക്കൽ യങ് ആയിരുന്നു എന്നും പ്രിറ്റി ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നും ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഹാർഡ് ടു ബിലീവ് എന്നാണ്. ഹി കുഡിൻ ബിലീവ് ദാറ്റ്. അങ്ങനെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന്. മൈ ഗ്രാൻഡ് ഫാദേഴ്സ് പോർട്രേറ്റ് ഹങ് അബവ് ദ മാറ്റൽ പീസ്. ഇപ്പോൾ അവിടെ അങ്ങനെ ഡ്രോയിങ് റൂമിൻ്റെ മുകളിൽ, ഇൻ ദ ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞിട്ട്, ഡ്രോയിങ് റൂമിൽ എന്ത് കാണാം? ഗ്രാൻഡ് ഫാദറിൻ്റെ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ്, ഛായാചിത്രം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് എബവ് ദ മാറ്റൽ പീസ്. മാറ്റൽ പീസ് എന്ന് പറഞ്ഞാൽ ഷെൽഫ് എബവ് ദ ഫയർ പ്ലേസ്. അടുപ്പിൻ്റെ, നെരിപ്പോടിൻ്റെ ഒക്കെ മുകളിലുള്ള ഷെൽഫിനെയാണ് മാറ്റൽ പീസ് എന്ന് പറയുന്നത്. അവിടെ മുത്തച്ഛൻ്റെ ചിത്രം തൂക്കിയിട്ടുണ്ട്. ഹി വോർ എ ബിഗ് ടർബൻ, ഒരു തലപ്പാവ്, ടർബൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, അദ്ദേഹത്തിൻ്റെ വേഷവിധാനം എന്ന് പറയുന്നത് ഹി വോർ എ ബിഗ് ടർബൻ ആൻഡ് ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, അയഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ തലപ്പാവ്. ഹിസ് വൈറ്റ് ലോങ് ബിയേർഡ്, അദ്ദേഹത്തിൻ്റെ താടിയെക്കുറിച്ച് പറയുന്നു, വൈറ്റ് ആൻഡ് ലോങ്. ഇറ്റ് കവേർഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ചെസ്റ്റ്. ദ മേജർ പാർട്ട് ഓഫ് ഹിസ് ചെസ്റ്റ് വാസ് കവേർഡ് ബൈ ഹിസ് വൈറ്റ് ലോങ് ബിയേർഡ് ആൻഡ് ഹി ലുക്ക്ഡ് അറ്റ്ലീസ്റ്റ് 100 years old. അയാളെ കണ്ടാൽ, ആ ഫോട്ടോയിലിരിക്കുന്ന ഗ്രാൻഡ് ഫാദറിനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 100 വയസ്സ് പ്രായം തോന്നിക്കും. ഹി ഡിഡ് നോട്ട് ലുക്ക് ദ സോർട്ട് ഓഫ് പേഴ്സൺ ഹു വുഡ് ഹാവ് എ വൈഫ് ഓർ ചിൽഡ്രൻ. അദ്ദേഹത്തിനെ കണ്ടാലും ആരും പറയില്ല, ഹി ഡിഡ് നോട്ട് ലുക്ക്, ഹി ഡിഡ് നോട്ട് സീം, എങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട്, ദ സോർട്ട് ഓഫ് പേഴ്സൺ, അത്തരത്തിലുള്ളൊരു മനുഷ്യനായിട്ട്, ഹു വുഡ് ഹാവ് എ വൈഫ് ഓർ ചിൽഡ്രൻ, ഭാര്യയും മക്കളും ഒക്കെയുള്ള ഒരാളായിട്ട് ഒരിക്കലും അദ്ദേഹത്തെ കണ്ടാൽ തോന്നില്ല. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി കുഡ് ഓൺലി ഹാവ് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഗ്രാൻഡ് ചിൽഡ്രൻ. അതിന് മാത്രമേ സാധ്യതയുള്ളൂ. സ്വന്തം മക്കൾക്ക് സാധ്യതയില്ല, മറിച്ച് പേരക്കുട്ടികൾ, ഒരുപാട് പേരക്കുട്ടികളുള്ള ഒരു മനുഷ്യനായിട്ടേ കണ്ടാൽ തോന്നൂ. അത്രയ്ക്ക് പ്രായമുണ്ട്. ആസ് ഫോർ മൈ ഗ്രാൻഡ് മദർ, ബീയിങ് യങ് ആൻഡ് പ്രിറ്റി, ദ തോട്ട് വാസ് ഓൾമോസ്റ്റ് റിവോൾട്ടിങ്. എൻ്റെ ഗ്രാൻഡ് മദർ ഒരിക്കൽ യങ്ങായിരുന്നു, പ്രിറ്റി ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത, അത് വളരെ റിവോൾട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റിവോൾട്ടിംഗ് മീൻസ് റിപ്പൾസീവ്, ഡിസ്ഗസ്റ്റിംഗ്, അരോചകമായിട്ട്, അല്ലെ, അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. ഷീ ഓഫൻ ടോൾഡ് us of the games she used to play as a child. That the grandmother often told him, the narrator, once she had a childhood when she used to play games. തൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. That seemed quite absurd and undignified on her part. അതങ്ങനെ കേൾക്കുമ്പോൾ ഇറ്റ് സീംഡ്, അത് കാണപ്പെട്ടു എങ്ങനെ, ക്വൈറ്റ് അബ്സേർഡായിട്ട്. അബ്സേർഡ് എന്ന് വെച്ചാൽ അൺക്ലിയർ എന്നൊക്കെയാണ്, മനസ്സിലാക്കാൻ വിഷമമുള്ളത് എന്നൊക്കെയാണ്. ആൻഡ് അൺഡിഗ്നിഫൈഡ്, ലജ്ജാവഹമായിട്ട്, ഇത്രയും വയസ്സുള്ള ഒരാൾ കളിക്കുകയെ, അല്ലെ, അങ്ങനെയാണ് തോന്നുക.
on her part. And we treated it like the fables of prophets she used to tell us. അപ്പോൾ അവരുടെ കുട്ടിക്കാലവും അവിടുത്തെ കുട്ടിക്കാലത്തെ ഗെയിംസിനെ കുറിച്ചൊക്കെ മുത്തശ്ശി പറഞ്ഞ സമയത്ത് വി ട്രീറ്റഡ് ഇറ്റ്, ഞങ്ങളത് കണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കഥയോട് ഞങ്ങൾ പ്രതികരിച്ചിരുന്നത് ഇങ്ങനെയാണ്, എങ്ങനെ, ലൈക്ക് ദ ഫാബിൾസ്, കെട്ടുകഥകൾ പോലെ, ഓഫ് പ്രൊഫറ്റ്സ്, പ്രവാചകന്മാരുടെ കെട്ടുകഥകളുണ്ടല്ലോ, പണ്ടത്തെ അമർചിത്ര കഥകളൊക്കെ പോലെയുള്ളത്. അപ്പോൾ പലപ്പോഴും അങ്ങനത്തെ കഥകളൊക്കെ മുത്തശ്ശി പറയാറുണ്ട്. അത്തരം ഒരു കഥയായിരിക്കും മുത്തശ്ശിയുടെ കുട്ടിക്കാലവും അവരുടെ ഗെയിംസും എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഷീ ഹാഡ് ഓൾവേസ് ബീൻ ഷോർട്ട് ആൻഡ് ഫാറ്റ് ആൻഡ് സ്ലൈറ്റ്ലി ബെൻറ്റ്. ഗ്രാൻഡ് മദറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷീ ഹാഡ് ഓൾവേസ് ബീൻ ഷോർട്ട്, വലിയ ഉയരമൊന്നുമില്ല, ഉയരം കുറഞ്ഞ, ഫാറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം തടിയുള്ള, സ്ലൈറ്റ്ലി ബെൻറ്റ്, വയസ്സായതിൻ്റെ ആയിരിക്കാം, കുറച്ച് മുന്നോട്ട് കൂനിയാണ് നടക്കുന്നത്. ഹെർ ഫേസ് വാസ് എ ക്രിസ് ക്രോസ് ഓഫ് റിങ്കിൾസ്. മുഖമെന്ന് പറയുന്നത് ധാരാളം റിങ്കിൾസ് ഉള്ളതാണ്, ക്രിസ് ക്രോസ് അല്ലേ, നേരെയും കുറുകയും ഒരുപാട് ചുളിവുകൾ മുഖത്ത് കാണാമായിരുന്നു. റണ്ണിങ് ഫ്രം എവരിവെയർ ടു എവരിവെയർ, മുഖത്ത് എവിടെ നോക്കിയാലും ചുളിവാണ്. നോ, വി വർ സെർട്ടൺ ഷി ഹാഡ് ഓൾവേസ് ബീൻ ആസ് വി ഹാഡ് നോൺ ഹെർ. അല്ല, വി വർ സെർട്ടൺ, വി വർ ഷുവർ ദാറ്റ് ഷി ഹാഡ് ഓൾവേസ് ബീൻ, അവരെപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെ? ആസ് വി ഹാഡ് നോൺ ഹെർ, ഞങ്ങൾക്ക് എങ്ങനെയാണോ അവരെ അറിയാവുന്നത് അതുപോലെ തന്നെയായിരുന്നു അവരെന്നും. ഓൾഡ്, സോ ടെറിബിളി ഓൾഡ്, വയസ്സായവർ, എങ്ങനത്തെ ചില്ലറ വയസ്സൊന്നുമല്ല, ടെറിബിളി ഓൾഡ്, ഭയങ്കര വയസ്സായ ആള്. ആൻഡ് ഹാഡ് സ്റ്റേഡ് അറ്റ് ദ സെയിം ഏജ് ഫോർ 20 years. 20 വർഷമായിട്ട് ഒരേ പ്രായത്തിൽ അങ്ങനെ അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി. ഷീ കുഡ് നെവർ ഹാവ് ബീൻ പ്രെറ്റി, അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും പ്രെറ്റി ആയിക്കൂടാ അല്ലെ, അങ്ങനെ പ്രെറ്റി ആവാൻ സാധ്യതയില്ല. ബട്ട് ഷീ വാസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. പ്രെറ്റി എന്ന് പറഞ്ഞാൽ വളരെ മിനുസുള്ള, നല്ല തൊലിയുള്ള, അങ്ങനത്തെ ആളുകളാണ് പ്രെറ്റി എന്ന് പറയാം. അപ്പൊ ഇപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പ്രെറ്റി ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും ഷീ വാസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഒരു ഗ്രേസ് മുഖത്തുണ്ട്, ഒരു ഐശ്വര്യം മുഖത്തുണ്ട്, ചുളിവുകളൊക്കെ ഉണ്ടെങ്കിലും ഭംഗിയുണ്ട്. ഷീ ഹോബിൾഡ് അബൌട്ട് ദ ഹൗസ് ഇൻ ദ സ്പോട്ട്ലെസ് വൈറ്റ്, with one hand resting on her waist to balance her stoop and the other telling the beads of her rosary. She hobbled, ഏന്തി വലിഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ വേച്ച് നടക്കുക. വയസ്സായോട് വടിയും കുത്തിയിട്ട് അങ്ങനെ നടക്കുകയല്ലേ, അങ്ങനെ ഏന്തി വളരെ വിഷമിച്ച് അവരങ്ങനെ നടക്കുകയാണ്. ഹോബിൾഡ് അബൌട്ട് ദ ഹൗസ്, വീട്ടിലൂടെ നടക്കും. എങ്ങനെയാണ്? ഇൻ സ്പോട്ട്ലെസ് വൈറ്റ്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് പറയുന്നത് ഇൻ വൈറ്റ് എന്നാണ്. ഷി വാസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ് വിത്ത് വൺ ഹാൻഡ് റെസ്റ്റിംഗ് ഓൺ ഹെർ വേസ്റ്റ്. ഒരു കൈ എപ്പോഴും ഊരേമ്പിലായിരിക്കും, നടുവിന് കൈ കൊടുത്താണ് നടക്കുന്നത്. എന്തിനു വേണ്ടി? ടു ബാലൻസ് ഹെർ സ്റ്റൂപ്പ്, അവരുടെ ആ വളവ്, കൂന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ അതർ ഹാൻഡ് ടെല്ലിങ് ദ ബീഡ്സ് ഓഫ് എ റോസറി, അവരുടെ റോസറിയുടെ, ജപമാലയുടെ മുത്തുകളങ്ങനെ ടെൽ ചെയ്തുകൊണ്ട്, ടെല്ലിയാണ് ഇവിടെ കൗണ്ടിങ്, എണ്ണിക്കൊണ്ട്, അങ്ങനെയാണ് അവരുടെ നടപ്പ്. ഹെർ സിൽവർ ലോക്സ്, അവരുടെ വെള്ളി തലമുടി, വേർ സ്കാറ്റേർഡ് അൺടൈഡ്ലി, അതങ്ങനെ ചിതറിക്കിടക്കും. മുടി കെട്ടിവെക്കുന്ന പരിപാടിയൊന്നുമില്ല, സ്കാറ്റർ ചെയ്യുക, ഷാറ്റർ, ചിതറിക്കിടക്കുക. അൺടൈഡ്ലി, വൃത്തിയില്ലാത്ത രീതിയിൽ. ഓവർ ഹെർ പെയിൽ പെക്കേർഡ് ഫേസ്, അവരുടെ വിളറിയ, പെക്കേർഡ് മീൻസ് റിങ്കിൾഡ്, ചുളുങ്ങിയ മുഖത്തിന് മുകളിലൂടെ ആ മുടി അങ്ങനെ അഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. ആൻഡ് ഹെർ ലിപ്സ്, അവരുടെ ചുണ്ടുകൾ എങ്ങനെയാണ്? കോൺസ്റ്റന്റ്ലി മൂവ്ഡ് ഇൻ ഇൻഓഡിബിൾ പ്രയർ, കേൾക്കാൻ സാധിക്കാത്ത, വ്യക്തമായിട്ട് കേൾക്കാത്ത അല്ലെ, ഓഡിബിൾ അല്ലാത്ത പ്രാർത്ഥനകൾ കൊണ്ട് അതങ്ങനെ നിരന്തരം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. യെസ്, ഷീ വാസ് ബ്യൂട്ടിഫുൾ. എന്തൊക്കെയായാലും അവർ ബ്യൂട്ടിഫുൾ ആണ്. ഷീ വാസ് ലൈക്ക് ദ വിന്റർ ലാൻഡ്സ്കേപ്പ് ഇൻ ദ മൗണ്ടൻസ്, an expanse of pure white serenity, breathing peace and contentment. മഞ്ഞുകാലത്തെ പർവ്വത പ്രദേശം എങ്ങനെയാണോ അങ്ങനെയാണ് അവർ. അതായത് എക്സ്പാൻസ് ഓഫ് പ്യുവർ വൈറ്റ്, ആകെപ്പാടെ വെളുത്ത കളറാണ് അല്ലേ, തലമുടി, വസ്ത്രം, തൊലി ഒക്കെ പ്യുവർ വൈറ്റ് ആണ്. അങ്ങനെ ഓഫ് പ്യുവർ വൈറ്റ് സെറീനിറ്റി, വൈറ്റ് എന്ന് പറയുന്നത് സെറീനിറ്റിയുടെ ഒരു പ്രതീകമാണല്ലോ, സെറീനിറ്റി, ശാന്തതയുടെ. ബ്രീത്തിങ് പീസ് ആൻഡ് കണ്ടന്റ്മെന്റ്, അവരുടെ മുഖത്ത് തന്നെ ശാന്തതയാണ്. പീസ് ആൻഡ് കണ്ടന്റ്മെന്റ്, ശാന്തത മാത്രമല്ല സംതൃപ്തിയും. ശാന്തതയും സംതൃപ്തിയും കുടികൊള്ളുന്ന പ്യുവർ വൈറ്റിൽ കാണപ്പെടുന്ന മഞ്ഞുകാലത്തെ പർവ്വത പ്രദേശം എങ്ങനെയാണോ അതുപോലെയുണ്ട് നമ്മുടെ മുത്തശ്ശി. മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഐ വർ ഗുഡ് ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളാണ്. മൈ പാരൻസ് ലെഫ്റ്റ് മീ വിത്ത് ഹെർ, എൻ്റെ പാരൻസ് എന്നെ അവരുടെ കൂടെ ആക്കിപ്പോയതാണ്. ലെഫ്റ്റ് മീ വിത്ത് ഹെർ വെൻ ദേ വെന്റ് ടു ലീവ് ഇൻ ദ സിറ്റി. സോ ദേ വെർ ലിവിങ് ഇൻ ദ സിറ്റി ആൻഡ് ഐ വാസ് ദർ വിത്ത് മൈ ഗ്രാൻഡ് മദർ. ആൻഡ് വി വെർ കോൺസ്റ്റന്റ്ലി ടുഗെദർ, ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരുമിച്ചാണ്, സ്ഥിരമായിട്ട് ഒരുമിച്ചാണ്. ഷീ യൂസ് ടു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്സ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ, എന്നെ എഴുന്നേൽപ്പിക്കുന്നത്, വേക്കപ്പ് ചെയ്യുന്നത്. അതുപോലെ ഷീ വാസ് പ്രിപ്പയറിങ് മീ, മേക്കിംഗ് മീ റെഡി ഫോർ സ്കൂൾ, സ്കൂളിലേക്ക് പുറപ്പെടുവിക്കുന്നതും ഒക്കെ മുത്തശ്ശിയാണ്.
She said her morning prayer in a monotonous sing-song while she bathed and dressed me in the hope that I would listen and get to know it by heart. അവരുടെ പ്രഭാത സമയത്തെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ്? വല്ല ട്യൂണും ഉണ്ടോ? ഇല്ല. മൊണോട്ടോണസ് ആണ്, എന്ന് വെച്ചാൽ വിരസമായതാണ്. വിരസമായ രീതിയിൽ വലിയ ട്യൂണൊന്നും ഇല്ലാണ്ട് അങ്ങനെ പാടുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ വൈൽ ഷീ ബാത്ത്, എന്നെ കുളിപ്പിക്കുമ്പോൾ, എന്നെ ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ പുള്ളിക്കാരി അങ്ങനെ ഈ ജപം നടത്തും, പ്രാർത്ഥിക്കും. ഇൻ ദ ഹോപ്പ് ദാറ്റ്, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട്? ഐ വുഡ് ലിസൺ, ഞാൻ ശ്രദ്ധിക്കുമെന്നും, ആൻഡ് ഗെറ്റ് ടു നോ ഇറ്റ് ബൈ ഹാർട്ട്, ഞാനത് ബൈ ഹാർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. ഐ ലിസൺഡ്, ഞാൻ ഏതായാലും അത് ശ്രദ്ധിച്ചു. ബിക്കോസ് ഐ ലവ് ഹെർ വോയിസ്, അവരുടെ ശബ്ദം എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. ബട്ട് നെവർ ബോദർ ടു ലേൺ ഇറ്റ്, പക്ഷേ അത് പഠിക്കാൻ ഒരിക്കലും ശ്രമിച്ചില്ല. ദെൻ ഷീ വുഡ് ഫെച്ച് മൈ വുഡൻ സ്ലേറ്റ് വിച്ച് ഷീ ഹാഡ് ഓൾറെഡി വാഷ്ഡ് ആൻഡ് പ്ലാസ്റ്റേഡ് വിത്ത് യെല്ലോ ചോക്ക്. പിന്നെ അവരെനിക്ക് വേണ്ടി ആ വുഡൻ സ്ലേറ്റ്, മരം കൊണ്ടുണ്ടാക്കിയ സ്ലേറ്റ് കൊണ്ടുവരും. ഫെച്ച് ചെയ്യണം, ബ്രിങ് എന്നാണ് അർത്ഥം, കൊണ്ടുവരിക. വിച്ച് ഷീ ഹാഡ് ഓൾറെഡി വാഷ്ഡ് ആൻഡ് പ്ലാസ്റ്റേഡ് വിത്ത് യെല്ലോ ചോക്ക്, കഴുകി വൃത്തിയാക്കിയ യെല്ലോ ചോക്ക് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത, അല്ലെ, ആകപ്പാടെ കവർ ചെയ്തിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയ സ്ലേറ്റ് എനിക്ക് വേണ്ടി കൊണ്ടുവരും. എ ടൈനി എർത്തൻ ഇങ്ക് പോട്ട് ആൻഡ് എ റെഡ് പെൻ, ഒരു ചെറിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മഷിക്കുപ്പിയും ഒരു ചുവന്ന പേനയും. ടൈ ദം ഓൾ ഇൻ എ ബണ്ടിൽ, എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കെട്ടും, ഒരു ബണ്ടിലാക്കും. ആൻഡ് ഹാൻഡ് ഇറ്റ് ടു മീ, എന്നിട്ടതേ എനിക്ക് തരും. ആഫ്റ്റർ എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് എ തിക് സ്റ്റേൽ ചപ്പാത്തി, അങ്ങനെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ അതാണ്, രുചിയില്ലാത്ത ചപ്പാത്തി, സ്റ്റേൽ എന്നുള്ളതാണ് ഉണക്ക ചപ്പാത്തി. വിത്ത് എ ലിറ്റിൽ ബട്ടർ, അതിന്റെ മുകളിൽ കുറച്ച് ബട്ടർ, ആൻഡ് എ ഷുഗർ സ്പ്രെഡ് ഓൺ ഇറ്റ്, ബട്ടറും ഷുഗറും. വി വെൻ ടു സ്കൂൾ, അങ്ങനെ ആ ഒരു ചപ്പാത്തി ഷുഗറിന്റെയും ബട്ടറിന്റെയും കൂടെ കഴിച്ചുകൊണ്ട് after completing our breakfast, that is stale chapatis with butter and sugar, we went to school. ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകും. She carried several stale chapatis with her for the village dogs. ഞങ്ങൾ തിന്നുന്ന അതേ ചപ്പാത്തി തെരുവിൽ അലയുന്ന പട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിൽ കരുതാറുണ്ട് ആ മുത്തശ്ശി. She carried several stale chapatis with her for the village dogs. My grandmother always went to school with me because the school was attached to the temple. ഗ്രാൻഡ് മദർ എപ്പോഴും എൻ്റെ കൂടെ സ്കൂളിലേക്ക് വരുമായിരുന്നു, അല്ലേ, സ്കൂളിൻ്റെ അടുത്തു കൂടിയാണ് പോകുന്നത്. കാരണം ദ സ്കൂൾ വാസ് അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ, സ്കൂള് ടെമ്പിളിൻ്റെ അടുത്താണ്, അമ്പലത്തിൻ്റെ അടുത്താണ്. ദ പ്രീസ്റ്റ് taught us the alphabet and the morning prayer. അവിടുത്തെ പുരോഹിതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആൽഫബറ്റ്, അക്ഷരമാലയും അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. While the children sat in rows on either side of the veranda singing the alphabet or a prayer in a chorus, my grandmother sat inside reading the scriptures. ഞങ്ങൾ കുട്ടികൾ എങ്ങനെയാണ്? സാറ്റ് ഇൻ റോസ്, നിരനിരയായിട്ട് അങ്ങനെ ഇരിക്കും. ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വരാന്ത, വരാന്തയുടെ ഇരുവശത്തുമായിട്ട്, ഓൺ എയ്തർ സൈഡ്, ഇരുവശങ്ങളിലുമായി, അല്ലേ. സിംഗിങ് ദ ആൽഫബറ്റ്, ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആൽഫബറ്റും പാടിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഓർ ദ പ്രേയർ ഇൻ കോറസ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കും. മൈ ഗ്രാൻഡ് മദർ സാറ്റ് ഇൻസൈഡ്, ഞങ്ങൾ പുറത്തിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് മദർ ഉള്ളിലാണ് ഇരിക്കുക. സാറ്റ് ഇൻസൈഡ് റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ്, വേദങ്ങളൊക്കെ വായിച്ചുകൊണ്ട്, വേദപുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്. വെൻ വി ഹാഡ് ബോത്ത് ഫിനിഷ്ഡ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ രാവിലത്തെ പഠനവും അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ആ വേദ പഠനവും വേദപുസ്തക വായനയും എല്ലാം അവസാനിക്കുമ്പോൾ, വി വുഡ് വാക്ക് ബാക്ക് ടുഗെദർ, വി റിട്ടേൺ ഹോം ടുഗെദർ, ഞങ്ങൾ വീട്ടിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ദിസ് ടൈം ദ വില്ലേജ് ഡോഗ്സ് വുഡ് മീറ്റ് അസ് അറ്റ് ദ ടെമ്പിൾ ഡോർ, ഈ സമയത്ത് ഞങ്ങളെ കാത്തുകൊണ്ട് അവിടെ വില്ലേജ് ഡോഗ്സ് ഉണ്ടാവും, അല്ലേ, എവിടെ? അറ്റ് ദ ടെമ്പിൾ ഡോർ, ടെമ്പിൾ ഡോറിനരികെ. ദേ ഫോളോഡ് അസ്, അവർ ഞങ്ങളെ പിന്തുടർന്നു. ടു അവർ ഹോം, ഞങ്ങളുടെ വീട്ടിലേക്ക്. ഗ്രോയിങ് ആൻഡ് ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം മുരണ്ടുകൊണ്ടും കടിച്ചു കയറിയും, അല്ലേ. ഗ്രോളിംഗ് മീൻസ് മുരൾച്ച എന്നാണ്. ഗ്രൗളിംഗ് മുരണ്ടുകൊണ്ട്. ആൻഡ് ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം കടികൂടിക്കൊണ്ട്. ഫോർ ദ ചപ്പാത്തീസ് വി ത്രൂ ടു ദം, ഞങ്ങൾ അവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ചപ്പാത്തിക്ക് വേണ്ടി കടി കൂടിക്കൊണ്ട് അവർ ഞങ്ങളെ പിന്തുടർന്നു. വെൻ മൈ പാരൻസ് വെർ കംഫർട്ടബിളി സെറ്റിൽ ഇൻ ദ സിറ്റി, എൻ്റെ പാരൻസ് അങ്ങനെ സിറ്റിയിൽ സെറ്റിലായിരിക്കുന്ന സമയത്ത്, ദേ സെൻഡ് ഫോർ us, അതായത് അവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളെ അയച്ചു. ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ അവർ ഫ്രണ്ട്ഷിപ്പ്. ദാറ്റ് ഈസ് വെൻ മൈ പാരൻസ് വാണ്ടഡ് മീ ദർ ഇൻ ദ സിറ്റി, there happened a turning point in the friendship between grandmother and this boy. Although we shared the same room, ഞങ്ങൾ ഒരേ റൂമാണ് ഷെയർ ചെയ്തതെങ്കിലും, മൈ ഗ്രാൻഡ് മദർ നോ ലോങ്ങർ കെയിം ടു സ്കൂൾ വിത്ത് മീ, എൻ്റെ ഗ്രാൻഡ് മദർ ഒരിക്കലും എൻ്റെ കൂടെ സ്കൂളിലേക്ക് വന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് സിറ്റിയിലാണ്, അല്ലേ. ഐ യൂസ് ടു ഗോ ടു ആൻ ഇംഗ്ലീഷ് സ്കൂൾ, ഞാൻ പോകുന്നത് ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ്. ഇൻ എ മോട്ടോർ ബസ്സിലാണ് യാത്ര. ദർ വെർ നോ ഡോഗ്സ് ഇൻ ദ സ്ട്രീറ്റ്സ്, കാരണം മുത്തശ്ശിക്ക് തീറ്റ കൊടുക്കാൻ സ്ട്രീറ്റ്സിൽ എന്തില്ല, ഡോഗ്സ്.
and she took to feeding sparrows. നായ്ക്ക് പകരം അവിടെ കിളികൾക്കാണ് ഭക്ഷണം കൊടുക്കൽ, അടയ്ക്കാക്കുരുവികൾക്ക്. in the courtyard of our city house. സിറ്റിയിലെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്ന സ്പാരോസിനായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. ആസ് ദ ഇയേഴ്സ് റോൾ ബൈ, വർഷങ്ങൾ കടന്നുപോയപ്പോൾ, വി സോ ലെസ് ഓഫ് ഈച്ച് അതർ, ഞങ്ങൾ പരസ്പരം വളരെ കുറച്ച് മാത്രം കാണുന്നവരായി മാറി. ഫോർ സം ടൈം, ചിലപ്പോൾ ഷീ കണ്ടിന്യൂ ടു വേക്ക് മീ അപ്പ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. എൻ്റെ ഗ്രാൻഡ് മദറിനെ സാധാരണത്തെ പോലെ എണീപ്പിക്കുകയും എന്നെ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു. വെൻ ഐ കെയിം ബാക്ക്, തിരിച്ചു വരുമ്പോൾ, ഷീ വുഡ് ആസ്ക് മീ വാട്ട് ദ ടീച്ചർ ഹാഡ് ടോട്ട് മീ. ഞാൻ സ്കൂളിൽ പഠിച്ചത് എന്താണ്, ടീച്ചർ എന്നെ പഠിപ്പിച്ചത് എന്താണ് എന്ന് മുത്തശ്ശി ചോദിക്കുമായിരുന്നു. ഐ വുഡ് ടെൽ ഹെർ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ലിറ്റിൽ തിങ്സ് ഓഫ് വെസ്റ്റേൺ സയൻസ് ആൻഡ് ലേണിംഗ്, ദ ലോ ഓഫ് ഗ്രാവിറ്റി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ദ വേൾഡ് ബീയിങ് റൗണ്ട്, എക്സെട്ര. അപ്പം ഞാൻ അവിടെ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് അവരോട് പറഞ്ഞു കൊടുക്കുക? ഇംഗ്ലീഷ് വേർഡ്സ് പറഞ്ഞു കൊടുക്കും, വെസ്റ്റേൺ സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും, ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെക്കുറിച്ച് പറയും, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയും, ലോകം ഉരുണ്ടതാണ്, ഇതെല്ലാം അവിടെ നിന്ന് പഠിച്ചതാണല്ലേ, അതൊക്കെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കും. ദീസ് മെയ്ഡ് ഹെർ അൺഹാപ്പി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമല്ല ഉണ്ടായത്. ദീസ് മെയ്ഡ് ഹെർ അൺഹാപ്പി എന്നാണ് പറയുന്നത്. ഷീ കുഡ് നോട്ട് ഹെൽപ്പ് മീ വിത്ത് മൈ ലെസൺസ്. കാരണം ഇതാണ്, മുത്തശ്ശിക്കൊരിക്കലും എന്നെ പഠനത്തിൽ സഹായിക്കാൻ സാധിച്ചിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ തിങ്സ് ദേ ടോട്ട് അറ്റ് ദ ഇംഗ്ലീഷ് സ്കൂൾ. ഗ്രാൻഡ് മദർ did not have faith in the teachings that happened in the English school and was distressed that ആ ഇംഗ്ലീഷ് സ്കൂളിലെ പഠനത്തിനോട് വലിയ യോജിപ്പ് മുത്തശ്ശിക്കുണ്ടായിരുന്നില്ല. അവർ വളരെ ഡിസ്ട്രസ്ഡ് ആയിരുന്നു, അസ്വസ്ഥതയായിരുന്നു. കാരണം there was no teaching about God, ദൈവത്തെക്കുറിച്ചുള്ള പഠനം അവിടെ ഇല്ല. ആൻഡ് സ്ക്രിപ്റ്റേഴ്സ്, വേദപഠനവുമില്ല. വൺ ഡേ ഐ അനൗൺസ് ദാറ്റ്, ഒരു ദിവസം ഞാൻ പറഞ്ഞു, we were being given music lessons, ഞങ്ങളെ അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. പാസീവ് വോയിസ് ആണ്. വി വെർ ബീയിങ് ഗിവൺ, ദാറ്റ് ഈസ് ദേ വെർ ഗിവിങ് ആസ് മ്യൂസിക് ലെസൺസ്. ഷി വാസ് വെരി ഡിസ്റ്റർബ്ഡ്. അപ്പോൾ മ്യൂസിക് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് മദറിന് സന്തോഷമല്ല, വളരെ അസ്വസ്ഥതയാണ്, ഡിസ്റ്റർബൻസ് ആണ് തോന്നിയത്. ടു ഹെർ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഹാഡ് എ ല്യൂഡ് അസോസിയേഷൻസ്. മ്യൂസിക്കിന് ചില ആഭാസകരമായിട്ടുള്ള അസോസിയേഷൻസ് ആണുള്ളത്, അല്ലേ? ദുർനടപ്പുകാരുടെ ഒരു കൂടപ്പിറപ്പാണ് മ്യൂസിക് എന്നാണ് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ വിചാരം. ഇറ്റ് വാസ് ദ മൊണോപ്പൊളി ഓഫ് ഹാർലെറ്റ്സ്. ഗ്രാൻഡ് മദർ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ മൊണോപ്പൊളി, അത് അവരുടേത് മാത്രമാണ്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക എന്നാണല്ലോ. ആരുടെ കുത്തകയാണ്? ഓഫ് ഹാർലെറ്റ്സ്. ഹാർലെറ്റ്സ് വോയ്സ്, ബാഡ് ലേഡീസ്, വേശ്യകളുടെ കുത്തകയാണ് ഈ പാട്ട് എന്നൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് മദർ ധരിച്ചു വെച്ചിരിക്കുന്നത്. വേശ്യകളുടെ മാത്രമല്ല, ബെഗേഴ്സിൻ്റെയും. ആൻഡ് നോട്ട് മെന്റ് ഫോർ ജെന്റിൽ ഫോക്ക്, മാന്യന്മാർക്ക് ഡീൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമല്ല മ്യൂസിക് എന്നും അവർ വിചാരിച്ചു. ഷീ സെഡ് നത്തിങ് ബട്ട് ഹെർ സൈലൻസ് മെന്റ് ഡിസപ്രൂവൽ. അവരൊന്നും സംസാരിച്ചില്ല, പക്ഷേ അവരുടെ നിശബ്ദത, ഹെർ സൈലൻസ് മെന്റ് ഡിസപ്രൂവൽ. ആ നിശബ്ദത അവരുടെ ഡിസപ്രൂവലിന്, എന്താ അപ്രൂവ് ചെയ്യണം, അംഗീകരിക്കുകയാണ്. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ അംഗീകാരമില്ലായ്മ. അവരുടെ അംഗീകാരമില്ലായ്മയെ, താൻ ഇംഗ്ലീഷ് സ്കൂളിൽ പോയിട്ട് മ്യൂസിക് പഠിക്കുന്നതിനെ തീർത്തും എതിർത്ത പോലെയായിരുന്നു അവരുടെ സൈലൻസ്. അതിനെക്കുറിച്ച് എതിർത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അംഗീകരിക്കാത്ത രീതിയിലായിരുന്നു. ഷീ റയർലി ടോക്ക് ടു മീ ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം എന്നോട് വല്ലപ്പോഴും മാത്രമേ സംസാരിച്ചുള്ളൂ. വെൻ ഐ വെൻറ്റ് അപ്പ് ടു യൂണിവേഴ്സിറ്റി, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ, ഐ വാസ് ഗിവൺ എ റൂം ഓഫ് മൈ ഓൺ. എനിക്ക് സ്വന്തമായിട്ട് ഒരു റൂം നൽകപ്പെടുകയും ചെയ്തു. ദ കോമൺ ലിങ്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വാസ് സ്നാപ്ഡ്. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള സുഹൃത്ത് ബന്ധം, അല്ലേ, ഞങ്ങളുടെ കോമൺ ലിങ്ക് എന്ന് പറയുന്നത് വൈകിട്ട് ഒരേ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ ഒരു ബന്ധം സ്നാപ്പ് ചെയ്തു. എന്നുവെച്ചാൽ ഞങ്ങളുടെ ആ ബന്ധത്തിൻ്റെ ചങ്ങലക്കണ്ണി പൊട്ടി. മൈ ഗ്രാൻഡ് മദർ ആക്സെപ്റ്റഡ് ഹെർ സെക്ലൂഷൻ വിത്ത് റെസിഗ്നേഷൻ. വളരെ റെസിഗ്നേഷനോടുകൂടി, ക്ഷമയോടുകൂടി തൻ്റെ ഏകാന്തത, അതാണ് സെക്ലൂഷൻ, ഏകാന്തതയെ ഗ്രാൻഡ് മദർ ആക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. ഷീ റയർലി ലെഫ്റ്റ് ഹെർ സ്പിന്നിങ് വീൽ ടു ടോക്ക് ടു എനിവൺ. അങ്ങനെ പിന്നീട് അവരുടെ കൂട്ട എന്ന് പറയുന്നത് സ്പിന്നിങ് വീലായിരുന്നു, നൂൽ നൂൽക്കുന്ന യന്ത്രമായിരുന്നു, റാട്ട് എന്നൊക്കെ പറയാം. അത് വിട്ടിട്ട് ആരോടും അല്ലാണ്ട് സംസാരിക്കാറൊന്നുമില്ല. ഷീ റയർലി ലെഫ്റ്റ് ഹെർ സ്പിന്നിങ് റൂം ടു ടോക്ക് ടു എനിവൺ. ആരോടെങ്കിലും സംസാരിക്കാൻ ആ റാട്ട് വിട്ട് പുറത്തേക്ക് പോകൽ അപൂർവമായിരുന്നു. ഫ്രം സൺറൈസ് ടു സൺസെറ്റ്, പ്രഭാതം മുതൽ അസ്തമനം വരെ, ഷീ സാറ്റ് ബൈ ഹെർ വീൽ സ്പിന്നിങ് ആൻഡ് റിസൈറ്റിംഗ് പ്രേയേഴ്സ്. അവർ നൂൽ നൂൽക്കുന്ന യന്ത്രത്തിനരികിൽ ഇരിക്കും, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും. റിസൈറ്റിംഗ് പ്രേയേഴ്സ്, റിസൈറ്റ് ചെയ്യാണ്, ഉരുവിടുക. ഓൺലി ഇൻ ദ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഷീ റിലാക്സ്ഡ് ഫോർ എ വൈൽ, കുറച്ച് സമയം വിശ്രമിക്കുക. എന്തിന്?
to feed the sparrows. സ്പാരോസിന് ഭക്ഷണം കൊടുക്കാൻ. While she sat in the veranda, breaking the bread into bits. അവരങ്ങനെ വരാന്തയിലിരുന്ന് ഈ ബ്രെഡൊക്കെ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് she was breaking the bread into bits. Hundreds of little birds collected round her, creating a veritable bedlam of chirrupings. നൂറുകണക്കിന് ചെറിയ ചെറിയ പക്ഷികൾ അങ്ങോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരും. കളക്റ്റഡ് റൗണ്ട് ഹെർ, അവർക്ക് ചുറ്റും അങ്ങനെ ഗ്രൂപ്പായിട്ടിരിക്കും. ക്രിയേറ്റിംഗ് എ വെരിറ്റബിൾ മീൻസ് ട്രൂലി. ബെഡ്ലാം കോലാഹലം അല്ലേ, നോയ്സി അറ്റ്മോസ്ഫിയർ ഓഫ് ചിറപ്പിങ്സ് അല്ലേ. ചിറപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പ് എന്നാണ് അർത്ഥം. ഇപ്പോൾ പക്ഷികളങ്ങനെ കോലാഹലം കൂട്ടിക്കൊണ്ട് ഇവർക്ക് ചുറ്റും അങ്ങനെ ഇരിക്കും. സം കെയിം ആൻഡ് പേഴ്സ്ഡ് ഓൺ ഹെർ ലെഗ്സ്. ചിലർ വന്ന് അവരുടെ കാലുകളിൽ ചേക്കേറും. പേർച്ച് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക, സിറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അതേഴ്സ് ഓൺ ഹെർ ഷോൾഡേഴ്സ്. ചിലത് വന്ന് അവരുടെ ഷോൾഡേഴ്സിലിരിക്കും. സം ഈവൻ സാറ്റ് ഓൺ ഹെർ ഹെഡ്. ചിലത് തലയിൽ വന്നിരിക്കും. ഷീ സ്മൈൽഡ്. അവർ ചിരിക്കും. ബട്ട് നെവർ ഷൂഡ് ദം എവേ. ഒരിക്കലും അവരെ ആട്ടി അകറ്റിയില്ല. പക്ഷികളെ ഒരിക്കലും ഷൂഡ് എവേ, ചിരിപ്പെറിയുക എന്നൊക്കെയാണ് ഷൂഡ് എവേ എന്ന് പറഞ്ഞാൽ അവിടെ ആട്ടി അകറ്റുക. ഇറ്റ് യൂസ് ടു ബി ദ ഹാപ്പിയസ്റ്റ് അവർ ഓഫ് ദ ഡേ ഫോർ ഹെർ. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മണിക്കൂറുകളായിരുന്നു അത്. I think we shall stop it now and we will meet in the next class with the rest of this chapter. Until then, goodbye.